സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളത് വിശ്വസിക്കണം. അരൂപിയിൽ കാണപ്പെടാത്തവനായി നമ്മളോടുകൂടെ നമ്മൾ വ്യാപരിക്കുന്ന ജീവനുള്ള ദൈവ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവ്, ജീവിക്കുന്നവനായ ദൈവം, ആത്മാവായ ദൈവം. നമുക്കറിയാം, എപ്പോഴും നമ്മൾ പറയുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക സത്യദൈവം, ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം നമ്മോട് ഇടപെട്ട രീതിയാണ്. നമ്മൾ പിതാവ്, പഴയ നിയമത്തിൽ യഹോവയായ ദൈവം, നമ്മൾ ഒരു പിതൃസ്ഥാനം നമ്മൾ സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് പിതൃസ്ഥാനം എന്ന രീതിയിലാണ് നമ്മൾ പഴയ നിയമം മുഴുവനും യഹോവ എന്ന് പേര് പോലും പറയാൻ ഭയപ്പെട്ടിരുന്ന ഒരു രീതിയിലാണ് അവർ ദൈവത്തെയും അറിഞ്ഞിരുന്നത്. എബ്രായ ലേഖനം പറയുന്നുണ്ട്, പൂർവ്വകാലങ്ങളിൽ ദൈവം തൻ്റെ ജനത്തോട്, നമ്മോട് പ്രവാചകന്മാരിലൂടെയും പല രീതിയിലും ദൈവം നമ്മോട് ഇടപെട്ടു. ഇങ്ങനെയാണ് പറയാം. എബ്രായർ 1:1 വചനമാണ്. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. ആരും കണ്ടില്ല ദൈവത്തെ. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ വന്നുകൊണ്ട് നമ്മുടെ ഇടയിൽ വ്യാപരിച്ച് ജീവിക്കുന്നവനായി, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ നന്മ, യേശുവിൻ്റെ പ്രവൃത്തികളിലെല്ലാം എപ്പോഴും അതാണ് യേശു പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നുവെന്ന്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പാപമൂലം നമുക്ക് ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതിനാൽ നമ്മുടെ ആത്മാവുമായുള്ള ബന്ധം, ആത്മാവായ ദൈവത്തിന് നഷ്ടപ്പെട്ടു. മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പറയും, നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ഇന്ന് സെൽഫോണിലൂടെ നമുക്ക് റേഞ്ച് പോയാൽ നമ്മൾ പറയും കട്ടായി പോയി, അല്ലെ, റേഞ്ച് പോയി, ഞാൻ ഒന്നുകൂടെ ഡയലി അല്ലെ റേഞ്ച് ഉള്ളിടത്തേക്കൊന്ന് മാറി നിൽക്കാമെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ പാപത്തിലായ മനുഷ്യൻ ദൈവവുമായുള്ള റേഞ്ച് പോയി എന്ന് പറഞ്ഞാൽ, ദൈവം പരിശുദ്ധനാണ്, ദൈവത്തിൽ അശുദ്ധിയില്ല, ദൈവത്തിൽ തിന്മയില്ല. നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെടുകയാണ്. അവനാണ് തിന്മ ഉണ്ടായത് തന്നെ. ദൈവത്തെക്കാൾ ഉപരിയായി തന്നെ പ്രതിഷ്ഠിച്ച ഒരു മാലാഖ, അവൻ്റെ കൂടെ ഉള്ളവരും ദൈവത്തിൽ നിന്നും റേഞ്ച് പോയി, ദൈവത്തിൽ നിന്നും അകന്നുപോയി, അകറ്റപ്പെട്ടു. ദൈവം സൃഷ്ടിച്ചതല്ല, സ്വയമേവ ആ ഒരു അവസ്ഥയിലേക്ക് പോയതാണ്. പിന്നെ വീണ്ടും ദൈവവുമായിട്ട് അവയ്ക്ക് അടുത്തു വരാൻ പറ്റാത്ത രീതിയിൽ ഇന്നും പ്രവർത്തിക്കുന്ന, പഴയ നിയമത്തിലൊക്കെ നമ്മൾ ഉൽപ്പത്തിയിൽ കണ്ട പുരാതന സർപ്പം എന്നൊക്കെ പേരിൽ അറിയുന്നത്. കാരണം സർപ്പത്തിൻ്റെ രൂപത്തിലാണ് ആദ്യം സാത്താൻ മനുഷ്യരെ വഞ്ചിക്കാനായി കാണപ്പെട്ടത്. ആ പുരാതന സർപ്പം എന്നാണ് വെളിപാട് 12 ഒരു സർപ്പത്തെക്കുറിച്ചാണ്, തിന്മയെ കുറിച്ച് പറയുമ്പോൾ. അതിൻ്റെ കാരണം അതാണ്, അന്ന് മനുഷ്യനെ വഞ്ചിക്കാൻ ഒരു പാമ്പിൻ്റെ രൂപത്തിലാണ് തിന്മ മനുഷ്യനോട് ഇടപെട്ടതും സംസാരിച്ചതും മനുഷ്യനെ ദൈവവചനം ലംഘിക്കാൻ പ്രേരിപ്പിച്ചതും ഒക്കെ. അപ്പം അതുകൊണ്ടാണ് കാണപ്പെടാത്ത ദൈവം കാണപ്പെടുന്നവനായി. നമുക്ക് കാണുന്നത് വിശ്വസിക്കാൻ പറ്റുള്ളൂ, കാണുന്നത് നമ്മൾ വിശ്വസിക്കുള്ളൂ. കാണപ്പെടാത്ത എത്ര നാൾ വിശ്വസിക്കും? ഉണ്ട്, ആർക്കറിയാം ഉണ്ടോ ഇല്ലയോ? അതുകൊണ്ടാണ് ദൈവം കാണപ്പെടുന്നവനായി വന്ന് യേശുക്രിസ്തു വഴി ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെ മേൽ അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് ഇടയ്ക്ക് ഉണ്ടായതല്ല, ആദ്യം മുതലേ ഉണ്ടായിരുന്നതാണ്. പഴയ നിയമത്തിൽ നമ്മൾ സൃഷ്ടികർമ്മത്തിൽ വായിക്കുന്നുള്ളൂ. നമുക്ക് ഇനിയും ഉൽപ്പത്തി 1:26 ഇനിയും നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്നാണ് ദൈവം അരുളി ചെയ്തത്. അപ്പം അന്നേ ഉണ്ട്. നമ്മളൊക്കെ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവമുണ്ട്, അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുണ്ട്, ഒന്നാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞതുപോലെ നമുക്കിത് മനസ്സിലാകണമെങ്കിൽ ആ ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ, ഞാൻ പറയും
മാനിഫെസ്റ്റേഷൻ ഓഫ് ഗാഡ് ഇൻ ഡിഫറെന്റ് ടൈംസ് ആൻഡ് ഡിഫറെന്റ് വേസ് എന്നൂടെ പറയാം. പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ ദൈവം സന്ദേശമായി ഇടപെട്ടുകൊണ്ട് അവരെ നന്മയിൽ നയിച്ചെങ്കിൽ, പുതിയ നിയമത്തിൽ ദൈവം മനുഷ്യനായി വന്നുകൊണ്ട് ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ പോൽ നമ്മുടെ ഇടയിൽ വ്യാപരിച്ചുകൊണ്ട് പാപമില്ലാത്തവനായി ജീവിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ ആദവവായി മൂലം വന്നുപോയ സകല പാപങ്ങൾ ഇടയ്ക്ക് പാപത്തിന്റെ സ്വാധീനം അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണെന്ന് സങ്കീർത്തനം 51 പറഞ്ഞിരിക്കുന്നു. എല്ലാ മനുഷ്യരിലും ആ പാപത്തിന്റെ സ്വാധീനം ഉള്ളത്. അപ്പോൾ യേശു ക്രിസ്തുവിലേക്ക് എന്ന് പറയാം, അതായത് മനുഷ്യനായ ഭൂമിയിൽ വന്ന യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവന് ബലിയായി തീരാൻ വേണ്ടി വന്നതാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവ നിശ്ചയമാണ്. യേശുവിൻ്റെ ജീവിതകാലത്ത് തന്നെ കർത്താവ് പലപ്പോഴായി 3-ാം പ്രവചനം, 1-ാം പ്രവചനം, 2-ാം പ്രവചനം, 3-ാം പ്രവചനം പീഡാസഹനത്തെക്കുറിച്ച് അത് പറയുന്നുണ്ട്. അപ്പോൾ താൻ മരിക്കാനാണ്, നമ്മുടെ മനുഷ്യവർഗം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരം ചെയ്യാനാണ് താൻ മനുഷ്യനായ ഭൂമിയിൽ അവതരിച്ചത് എന്ന്, അല്ലെ, മനുഷ്യ അവതാരം എന്നാണ് പറയുന്നത്. ജീവനുള്ളവനായി ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുകയാണ്. മനുഷ്യവർഗം മുഴുവൻ്റെയും പാപത്തിന് ഉള്ള ശിക്ഷ തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ ശിക്ഷയിൽ നിന്നും വിടുവിക്കുകയാണ്. ദൈവവുമായുള്ള അകൽച്ച മാറ്റി, അല്ലെ നമുക്ക് സ്വർഗം ലഭിക്കാനുള്ള തടസ്സം മാറ്റി, നമ്മളെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റാതിരുന്ന നമ്മളിലെ അശുദ്ധി എടുത്തു മാറ്റി. മോശയോട് ദൈവം പഴയ നിയമത്തിൽ ഇടപെടുമ്പോൾ പുറപ്പാട് 3 വായിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് പറയുന്നത്, നിന്റെ പാദങ്ങളിലെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന ഈ സ്ഥലം അതിവിശുദ്ധമാണ്. നമുക്ക് എന്തെല്ലാം ചെയ്താലും നമ്മുടെ പാപങ്ങൾ മായ്ക്കാൻ നമുക്ക് സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവം പരിശുദ്ധനായി ഊനമില്ലാത്ത കുഞ്ഞാടെന്നൊക്കെ പറയില്ല, പാപമില്ലാത്തവനായി വന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചിന്തിക്കാം. എല്ലാവരും ഒരു കുഴിയിൽ, ഒരു ചെളിയുടെ ആഴമുള്ള കുഴിയിൽ കിടക്കുകയാണെങ്കിൽ ആ കുഴിയിൽ നിന്ന് കയറാൻ ശ്രമിക്കും തോറും, നമ്മൾ മുകളിലോട്ട് കയറാൻ ശ്രമിക്കും തോറും താഴേക്ക് താഴ്ന്നു പോവുകയാണ്. കാരണം ആഴമുള്ള ചെളിക്കുഴിയാണ്. ആർക്കും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. കാരണം അഗാധമായൊരു കുഴിയിൽ എത്ര നമ്മൾ ചവിട്ടി കയറാൻ താഴോട്ട് പോവുകയാണ്. ഒരു രീതിയിൽ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ഈ ഭൂമിയിൽ അപ്പോൾ പാപമില്ലാത്തവനായി, കുഴിയിൽ വീഴാത്തവനായി, കുഴിയുടെ കരയിൽ നിൽക്കുന്ന ഓർത്ത് നോക്കി. ഒരാൾ കുഴിയുടെ കരയിൽ നിന്നുകൊണ്ട്, ആ കുഴിയുടെ ചേർത്തുകൊണ്ട് ശക്തനായി നിന്നുകൊണ്ട് താഴേക്ക് കൈ നീട്ടി വലിച്ചു പുറത്തേക്ക് എടുക്കുന്ന ഒരു കാഴ്ച. യേശു ഏതാണ്ട് അതാണ്. പാപമില്ലാത്തവനായി വന്ന് ആ കുഴിയുടെ മുകളിൽ നിന്നുകൊണ്ട് കൈ നീട്ടി ആരെല്ലാം തൻ്റെ കയ്യിൽ പിടിക്കുന്നു അവരെല്ലാം വലിച്ച് അതിൽ നിന്ന് പുറത്താക്കി. യോഹന്നാൻ പറയുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, അവനെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവന് കഴിവ് നൽകിയെന്നാണ് യോഹന്നാൻ 1:12. അപ്പോൾ ഈ മനുഷ്യനായി വന്ന ദൈവം നമുക്ക് മനുഷ്യവർഗം മുഴുവനു വേണ്ടി പരിഹാര ബലിയായി തൻ്റെ ജീവിതം, സഹനവും കഷ്ടപ്പാടും എല്ലാം അർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെ മുമ്പിൽ നമ്മുടെ പാപത്തിന് അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. ആ എല്ലാ മനുഷ്യരുടെയും സകല ജാതി ജനതകളുടെയും പാപത്തിന് അവൻ പരിഹാരം ചെയ്തു. അവൻ ആത്മാവായ ദൈവം, അല്ലെ, ആത്മാവിലേക്ക് മടങ്ങി, നിത്യതയിലേക്ക് മടങ്ങി ഉത്ഥാനം ചെയ്തവൻ ഈ ഭൂമിയിൽ 40 ദിവസം ജീവിച്ചിട്ട് അവൻ മരിച്ചുയർത്തു എന്ന് അവർക്ക് ബോധ്യം കൊടുത്തു. കല്ലറയിൽ അവൻ കിടക്കുകയാൽ അവൻ മരിച്ചുയർത്തു. കല്ലറയിൽ അവൻ്റെ ശരീരം അവർ കണ്ടില്ല. അത് നോക്കിയപ്പോൾ പലപ്പോഴായി 40 ദിവസം ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ ധൈര്യപ്പെടുത്തി ശക്തിപ്പെടുത്തുകയും താൻ മരിച്ചുള്ള ഉയർത്തെഴുന്നേറ്റു എന്ന് അവർക്ക് ബോധ്യം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ആത്മീയ അവസ്ഥയിലേക്ക്, സ്വർഗത്തിലേക്ക്, പിതാവിൻ്റെ അടുക്കിലേക്ക് ആരോഹണം ചെയ്തു പോയി ആത്മാവിൽ ഒന്നായി തീർന്നിട്ട് എന്താ പറഞ്ഞത്? പോകുന്നതിന് മുമ്പായിട്ട് പറഞ്ഞൊരു കാര്യം, ഞാൻ നിങ്ങൾക്ക് നൽകിയ ആ രക്ഷ, വിശുദ്ധി നിങ്ങൾ എൻ്റെ നാമത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം യേശുവിൻ്റെ നാമം അത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ്. അവൻ്റെ നാമം എന്തെന്നാൽ അവൻ യേശു എന്ന് പേർ വിളിക്കപ്പെടുന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. യേശു എന്ന നാമത്തിൻ്റെ അർത്ഥം പോലും അതാണ്. യേശു എന്നുള്ളത് വെറും ഒരു പേരല്ല, അതൊരു ശക്തിയാണ്. യേശു നാമത്തിൽ ശക്തിയാണ്. അപ്പോൾ യേശു എന്ന പേരിൻ്റെ അർത്ഥം അതാണ്. ജോസഫിനോട് സ്വപ്നത്തിൽ ദൂതൻ പറഞ്ഞത്, അവന് യേശു എന്ന് പേരിടണം, കാരണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും.
ഞാൻ പലപ്പോഴും പറഞ്ഞു, യേശുവേ എന്ന് ഹൃദയപൂർവ്വം വിളിക്കുമ്പോൾ ആ ഒരു ബോധ്യത്തോടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിച്ചവനെ എന്നാണ് നാം വിളിക്കുന്നത്. നിരന്തരം ഏറ്റുപറയണം. അപ്പോൾ അങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ മേൽ പന്തക്കുസ്താ നാളിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്ന ഏതാണ്ട് 120ഓളം പേര് യേശുവിൻ്റെ വാക്ക് കേട്ട്, നിങ്ങൾ എന്താ പറഞ്ഞത്? യേശു, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോയി കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ മേൽ ആത്മാവിനെ, ആത്മാവായ ദൈവം, അതുകൊണ്ട് നമ്മൾ പണ്ട് അങ്ങനെയായിരുന്നു. ഏദൻ തോട്ടത്തിൽ ആത്മാവായ ദൈവമായ ഒന്നായിരുന്നു. പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ട് നമ്മുടെ ആത്മാവും ശരീരവും മനസ്സും ദൈവത്തിന് അകറ്റപ്പെട്ട് അപ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് ദൈവം വീണ്ടും ആത്മാവായി വരാനുള്ള ഒരു പ്രക്രിയയാണ്. ദൈവത്തിൻ്റെ കരുണ യേശുക്രിസ്തുവിലൂടെ അവൻ നമുക്ക് വേണ്ടി പാപത്തിൻ്റെ പരിഹാര ബലിയായി നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അവൻ ചെയ്തിട്ട് അവരിൽ വിശ്വസിച്ചുകൊണ്ട് കാത്തിരുന്ന പരിശുദ്ധ അമ്മ ഉൾപ്പെടെ 120ഓളം പേർ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1ഉം 2ഉം അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഏതാണ്ട് 120ഓളം പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിലേക്ക് അപ്പസ്തോല പ്രവർത്തനം 2ൽ വായിക്കുന്നുണ്ട്. കൊടുങ്കാറ്റ് പോലെ ശബ്ദമുണ്ടായി. ആ സമയം എന്താ അവർക്കുള്ള വ്യത്യാസം? ഈ 120 പേരും പുറമേ ഉള്ള, അന്ന് പന്തക്കുസ്ത തിരുനാളായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ മഹാവിളവെടുപ്പ്, നമ്മുടെ ഓണം പോലെ ഇതൊക്കെ പറയാം. വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവമാണല്ലോ ഓണം എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ യഹൂദരുടെ വിളവെടുപ്പിൻ്റെ മഹോത്സവമായ ആ പന്തക്കോസ്ത അവർ നൂറ്റാണ്ടുകളിലൂടെ യേശുവിൻ്റെ ജനനത്തിന് മുമ്പേ ആഘോഷിച്ചിരുന്നതാണ്. അങ്ങനെ ഒരു തിരുനാളിന് വേണ്ടി അവർ എല്ലാ തിരുനാളിനും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ട് അവരെപ്പോഴും ജെറുസലേമിൽ ഒരുമിച്ച് കൂടുക പതിവായിരുന്നു. എല്ലാ തിരുനാളിനും, മഹാതിരുനാളുകൾക്കൊക്കെ. കൂടാര തിരുനാൾ അല്ലേ, ആ മഹാതിരുനാൾ അവർ യേശു ദേവാലയത്തിൻ്റെ പടികളിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞില്ലേ, ആരെങ്കിലും എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കലേക്ക് വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഇതവൻ പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. കാരണം യേശു അതുവരെ മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല എന്ന് പറയുമ്പോൾ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്ത ശേഷം അവൻ പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തിരുന്നില്ല എന്നാണ് പറയുക. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പിന്നീട് സംഭവിച്ച അവനിൽ വിശ്വസിച്ചവരെ, അതാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്. തിരുനാൾ ദിവസം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള യഹൂദർ അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. പക്ഷേ അനേക ആയിരങ്ങള്, ഒരുപക്ഷെ എത്രയോ 10,000-ങ്ങളാണ് അവിടെ പലയിടത്തും ഒരുമിച്ച് കൂടിയിരുന്നത്, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവര്. പക്ഷെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിന്റെ വാക്കനുസരിച്ചിരുന്ന ആ ഒരു ചെറിയ സമൂഹം 120 പേരുടെ ആ ഒരു സമൂഹത്തിലേക്കാണ് സ്വർഗത്തിൽ നിന്നും ദൈവം ആത്മാവായ, നമ്മുടെ ത്രിത്വത്തിലെ മൂന്നാമത്തെ അവതാരം അല്ലെ മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്ന തേർഡ് പേഴ്സൺ ഇൻ ദ ഹോളി ട്രിനിറ്റി എന്ന് പറയുന്ന ദൈവം ആത്മാവ്. ഞാൻ പറഞ്ഞു, ഒരു ദൈവമാണ് 3 രീതിയിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം അല്ലെ. പിതാവായ ദൈവം, പഴയ നിയമത്തിൽ പ്രവാചകന്മാരോട് സംസാരിച്ച ദൈവം, മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ ജീവിച്ച പുത്രനായ ദൈവം, ആ ദൈവം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ വീണ്ടും ആത്മാവായ ദൈവം നമ്മുടെ ആത്മാവിൽ വന്ന് വസിക്കാൻ അദൃശ്യനായ ആത്മാവായി ഭൂമിയിലേക്ക് അവർക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി കാണപ്പെടാൻ തീജ്വാലയുടെ രൂപത്തിൽ അവർക്ക് കണ്ടു എന്ന് പറയുന്നു. തീജ്വാലയുടെ രൂപത്തിൽ തങ്ങൾ ഓരോരുത്തരുടെയും തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് കൊണ്ട് അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, ഇവർ യേശുവിൽ വിശ്വസിച്ചിരുന്നവരും യേശുവിൻ്റെ വാക്കനുസരിച്ചവരും, യേശു തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ മരിച്ചു ഉയർത്തു എന്ന് വിശ്വസിച്ചു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തെന്നും ആ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി കാത്തിരുന്നു. അവർക്കുണ്ടായി, ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, അവർക്ക് ഈ പലരോടും യുദാസിനോട് ദേഷ്യം. കാരണം യുദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു, അതുകൊണ്ടാണ് അവൻ കുരിശ് മരിക്കാനിടയായത്. പിന്നെ യഹൂദരുടെ പ്രധാന പുരോഹിതൻ അവനെ മരണത്തിന് വിധിച്ചു. അവരാണ് കള്ളസാക്ഷികളൊക്കെ നിരത്തിക്കൊണ്ട് യേശുവിനെ കൊല്ലാനായിട്ട് നേതൃത്വം കൊടുത്ത്. അപ്പൊ ഇവരുടെ എല്ലാം ഉള്ളം സ്നേഹത്തിന് വിപരീതമായി അവരുടെ ഉള്ളം ഭയവും ഉത്കണ്ഠയും വാശിയും വൈരാഗ്യവും ഒക്കെ നിറഞ്ഞിരുന്നു ഈ അപ്പസ്തോലന്മാരുടെ ഉള്ളം. പരിശുദ്ധ അമ്മ മാത്രമാണ് ദൈവിക ജ്ഞാനത്താൽ ഇതെല്ലാം ദൈവത്തിൻ്റെ വചനം നിറവേറുകയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കൂടെ ഉണ്ടായത് ഞാൻ പറയും പരിശുദ്ധ കന്യകാ മറിയം മാത്രമാണ്. എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു.
അതുകൊണ്ടാണ് ബാക്കി എല്ലാവരും ഭയന്ന് ഓടുമ്പോഴും മറിയം ആ കുരിശിന്റെ പിന്നാലെ തന്റെ പുത്രനോടൊപ്പം യാത്ര ചെയ്ത് തന്നെ കൂടെ നടന്ന എല്ലാവരും അപ്പോസ്തലന്മാരെല്ലാം ഓടിപ്പോയി. ഈ മറിയം തൻ്റെ അമ്മ കന്യകാ മറിയം ഞാൻ പറയുമ്പോൾ വെറൊരു അമ്മയൊന്നുമല്ല, ഇത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക നിയോഗമാണ്. ഇതാണ് നാം ഇന്നും നമ്മുടെ അമ്മയെ, കാരണം യേശുവിനോട് ചേർന്ന് നിന്ന ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? യേശു എന്താ പറഞ്ഞു? എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയും എൻ്റെ സഹോദരങ്ങളും. നമ്മൾ കാണുന്ന കുരിശിന്റെ ചൂട്ടിലാണ്, യേശുവിൻ്റെ കഷ്ടാനുഭവ സമയത്താണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറുന്നതിന് വേണ്ടി തൻ്റെ പുത്രനെ അതിനായി വിട്ടുകൊടുത്തുകൊണ്ട് കന്യകാ മറിയം അവനോടൊപ്പം യാത്ര ചെയ്യുകയാണ്. അല്ലെ, ആ കുരിശിന്റെ ചുവട്ടിൽ നോർത്ത് നോക്കി തൻ്റെ പുത്രന്റെ ശരീരം കാൽവരി കുരിശിൽ തൂക്കിയിട്ട് ജീവൻ കിടന്ന് പിടയുമ്പോൾ, കുരിശിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ സാധാരണ ഒരു അമ്മയ്ക്ക് ബോധം കെടാതെ ഇവിടെ നിൽക്കാൻ പറ്റും? ഇത്രയും തൻ്റെ പുത്രനെ അടിച്ച് മുറിവേൽപ്പിക്കുന്നതും നമ്മളെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് അല്ലെ മൂവിയിൽ കാണുന്നുണ്ട്. ആ രക്തമൊക്കെ ഒപ്പിയെടുക്കുകയാണ്. ആ രക്തം മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാര ബലിയാ ചിന്തപ്പെട്ട രക്തമാണെന്നുള്ള ബോധ്യത്തിൽ അതിൻ്റെ വില മനസ്സിലാക്കുകയാണ് അവിടെ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഒരു മാനുഷികമായ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ബോധം കെടാതെ തൻ്റെ പുത്രന്റെ ആ കുരിശ് യാത്രയിൽ മുഴുവനും കുരിശിൽ മരിക്കുമ്പോഴും ആ ശരീരം തൻ്റെ മടിയിൽ കിടത്തുമ്പോഴൊക്കെയും ആ അമ്മ ബോധം കെട്ടില്ല. കാരണം ദൈവവചനം നിറവേറുകയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്ന ആ അമ്മ തന്നെയാണ് തിരുസഭ സ്ഥാപിക്കാനായി ഈ അപ്പസ്തോലന്മാരെ ഭയന്നും ഇങ്ങനെ നിരാശപ്പെട്ടും വിഷമിച്ചും വേദനയിലും ഒക്കെ വേണ്ട മറ്റുള്ളവരോട് അനേകരോട് വെറുപ്പൊക്കെ ആയിട്ടിരുന്ന അപ്പസ്തോലന്മാരെ ഈ പരിശുദ്ധ കന്യാമറിയമാണ് ഇതെല്ലാം ദൈവവചനം നിറവേറുകയാണ്. എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരോട് യേശു ഇടപെട്ടുകൊണ്ട് ഇതെല്ലാം ഭോഷന്മാരെ ഇതെല്ലാം നിറവേറേണ്ടതല്ലേ, ഇതെല്ലാം പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരുന്നവല്ലേ എന്ന് പറഞ്ഞ് ആ അപ്പം മുറിച്ചപ്പോൾ ഇല്ലേ കുർബാന അതും വേണ്ടി നമ്മൾ ചിന്തിച്ചാൽ പലപ്പോഴും എമ്മാവൂസിലെ ലൂക്ക 24 അപ്പം മുറിച്ചപ്പോൾ ആ സത്രത്തിൽ അപ്പം മുറിച്ചപ്പോൾ അത് കുർബാന അർപ്പണമായിരുന്നു. അവിടെ യേശുവിനെ ആ ജീവിച്ചിരുന്നപ്പോഴുള്ള അതേ രൂപത്തിൽ ഒറ്റ നിമിഷം കണ്ടു. പക്ഷെ അവൻ കൂദാശിയായി മാറി പെസഹ രാത്രിയിൽ അപ്പം എടുത്തുകൊണ്ട് ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൂദാശ സൃഷ്ടാവും കർത്താവുമായ ദൈവം യോഹന്നാൻ പറഞ്ഞ എബ്രായലേഖനം പറഞ്ഞ എല്ലാം അവനിലൂടെ ഉണ്ടായി. യോഹന്നാൻ പറയുന്ന സുവിശേഷം തുടങ്ങുന്നതാണല്ലോ. ആദ്യം മുതലേ അവനുണ്ടായിരുന്നു, അവൻ ദൈവത്തോടു കൂടിയായിരുന്നു, അവൻ ദൈവമായിരുന്നു, അവനിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. യേശുവിനെ കുറിച്ച് പറയുകയാണ്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല, എല്ലാം അവൻ മൂലം ഉണ്ടായി എന്ന് പറഞ്ഞ ആ കർത്താവ് യേശു ക്രിസ്തു വചനത്താൽ സൃഷ്ടിച്ച ദൈവം എന്താ പറഞ്ഞത്? വചനം ഉച്ചരിച്ചുകൊണ്ട് പറയാണ്, ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ അത് യേശുവിൻ്റെ ആത്മീയ ശരീരമായി മാറി. നമുക്കിത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ. വചനം പറയുന്നതിനാ യാക്കോസിലെ പറയുന്നുണ്ട്, പിശാചിനറിയാം ദൈവം യേശു ക്രിസ്തു ദൈവം മനുഷ്യനായി വന്ന യേശു ക്രിസ്തു പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുമെന്ന് പിശാചിനറിയാം. എന്താ പറഞ്ഞത്? നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമായി തീരാൻ പറയുക. ഇത് പറഞ്ഞാൽ ആകുമെന്ന് അവനറിയാം അല്ല യാക്കോസിലെ പറഞ്ഞത്. പിശാചിനറിയാം, പക്ഷെ അവൻ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവമക്കളാന്ന് പറയുന്നത് നമ്മൾ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ആർക്കറിയാം അല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അവൻ്റെ വചനത്താൽ കൂദാശയായി കുർബാനയായി മാറിയവനാണ് ഇന്നും നമ്മൾ കാത്തിരിക്കുകയാണ്. എന്താ? പന്തക്കുസ്താ നാളിൽ വന്ന പരിശുദ്ധാത്മാവ് അന്ന് 120 പേരുടെ മേൽ വന്നപ്പോൾ അന്ന് തിരുസഭയുണ്ടായി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു സമൂഹത്തെയാണ് തിരുസഭ എന്ന് വിളിക്കുക. നമ്മൾ അറിയേണ്ട ഒരു മേഖലയാണ്. നാം തിരുസഭയാണോ എന്ന് അറിയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണോ നടക്കുന്നത്? അതെങ്ങനെയാണ് അറിയുന്നത്? മാവാണോ എന്നറിയുന്നത് മാവിൻ്റെ ഫലം കായുണ്ടായത് തിന്നു കഴിയുമ്പോഴല്ലേ. അതുപോലെയുള്ള പല വൃക്ഷങ്ങളും ഉണ്ട്. കണ്ട ഇല കണ്ട അതുപോലെ ഇരിക്കും. ഇവിടെയൊക്കെ ഫ്ലോറിഡയിലൊക്കെ ഞങ്ങൾ ചില കണ്ട മാവ് പോലെ, നാട്ടിലൊക്കെ മാവ് പോലെ തന്നെ ഇലയാണ് അതിൻ്റെ കണ്ടാൽ. പക്ഷേ അത് മാവല്ല. കാരണം എന്താ? അതിൽ മാങ്ങയൊന്നുമില്ല, അതിന് മാമ്പഴം തിന്നും പോലാണ്.
നമ്മൾ ദൈവ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമ്മൾ അറിയാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഗലാത്യർ 5:22 എന്താ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ? എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണെങ്കിൽ എന്നിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ പ്രവൃത്തികൾ ഇല്ല. എന്താ? ആത്മാവിൻ്റെ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, എളിമ, വിശ്വസ്തത, ആത്മസംയമനം അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ. ഇത് പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുമ്പോൾ എന്നിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ഇല്ലെങ്കിൽ എന്താ? ദുഷ്ടാരൂപിയുടെ ഫലങ്ങൾ. എന്നിൽ ദൈവത്തിന്റെ ആത്മാവ് ഇല്ലെങ്കിൽ എന്നെ ദുഷ്ടാരൂപിയാണ് വസിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നുണ്ട്, ഈശോയും പറയുന്നുണ്ട്. ഇത് പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ഒരു അടിച്ചുവാരി വൃത്തിയായി കിടന്ന ഒരു ഉള്ളിലേക്ക് ദുഷ്ടാത്മാവ് പോയി 7 എണ്ണത്തിനെയും കൂടെ കൂട്ടിക്കൊണ്ടു വന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇല്ല എങ്കിൽ അശുദ്ധാത്മാവാണ് വസിക്കുന്നത് അവിടെ. അശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്താണെന്ന് അല്ലേ? സാത്താൻ ദുഷ്ടാരൂപിയുടെ ഫലങ്ങൾ എന്താണ്? ഗലാത്യർ 5:19 പറയുന്നുണ്ട്. ജഡത്തിന്റെ വ്യാപാരം എന്താ? വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന. ഇന്ന് ഇതേക്കുറിച്ചാണ് പൗലോസ് എന്ന് പറയുമ്പോൾ കാണുന്നതിനൊക്കെ ദൈവമായി കാണുന്ന നമുക്ക് എന്തിനെയൊക്കെ പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ. ഈ ഇടി മിന്നുമ്പോൾ അത് ഭയപ്പെട്ടിരുന്നത് ദൈവമായിട്ട് കരുതി. തീ കത്തി നശിക്കുന്നു, അതുകൊണ്ട് തീയെ ഭയപ്പെട്ടിരുന്ന മനുഷ്യൻ തീയെ ദൈവമായിട്ട് കരുതി. അങ്ങനെ മറ്റു പലതിനെയും ദൈവമായി കരുതി ഭയത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ. ഭയത്തിന് അടിമകളായി. ഇതാണ് നമ്മൾ എന്തിനെങ്കിലും ഭയപ്പെട്ട അല്ലെ എന്തിനെങ്കിലും ദൈവത്തെക്കാൾ ഉപരിയായി വില കൊടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ ഇന്ന് വേണം പറയാം നമ്മൾ ആഗ്രഹിക്കുന്ന ഭയത്തോടെ അല്ല ആഗ്രഹിക്കുന്ന നമ്മുടെ സമ്പത്ത് ഒരു വിഗ്രഹമായി മാറാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ലൈംഗികത അതിനുവേണ്ടി മാത്രമായി അതൊരു വിഗ്രഹമായി മാറാൻ സാധ്യതയുണ്ട്. ഞാൻ വലിയൊരു ഈ ലോകത്തിലെ എല്ലാവരും എന്നെ ബഹുമാനിക്കണം, എല്ലാവരും എന്നെ അംഗീകരിക്കണം എന്ന് പറയുന്നത് ഒരു വിഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ മാറും. അപ്പം ദൈവത്തെക്കാൾ ഉപരിയായി എന്തും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകും അതൊരു വിഗ്രഹമായിട്ട് മാറും. വിഗ്രഹാരാധന ഈ തിന്മ നമ്മളിൽ വരുമ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഗലാത്യർ 5:19 പറഞ്ഞത്. വ്യഭിചാരം, അശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവം പരിശുദ്ധനാണ്, പരിശുദ്ധിക്കെതിരാണ് അശുദ്ധി. ദുർവൃത്തി, ദൈവവചനത്തിനെതിരായിട്ടുള്ള എല്ലാ പ്രവൃത്തികളുമാണ് ദുർവൃത്തി. വിഗ്രഹാരാധന പറഞ്ഞ ആഭിചാരം എന്ന് പറയുമ്പോൾ മന്ത്രവാദം, ശുദ്രം എന്ന് പറഞ്ഞാൽ ഈ ദുഷ്ടാരൂപികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്ന ദൈവത്തെ എല്ലാം ദുഷ്ടാരൂപികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭയന്നാണ്. എന്ന് പറയല്ലേ, ആരോ എനിക്കെതിരെ മന്ത്രവാദം ചെയ്ത് കൂടോത്രം ചെയ്തുകൊണ്ട് ഞാനിൽ പുറത്തു തന്നെ അങ്ങനെ തന്നെ ഞാനും ചെയ്യണമെന്ന് പറയുന്ന ഒരു മേഖലയുണ്ടല്ലോ. ഇതിനാണ് ആഭിചാരം എന്ന് പറയാം. മന്ത്രവാദം കൂടോത്രമൊക്കെയാണ് ആഭിചാരം. ശത്രുത, മറ്റുള്ളവരെ നമ്മൾ വെറുക്കും. ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത് ജഡത്തിന്റെ അല്ല, ദുഷ്ടാരൂപിയുടെ പരിശുദ്ധാത്മാ ഉള്ളിലുള്ള വ്യക്തികളില്. നേരെ മറിച്ച് പറഞ്ഞോളെ സ്നേഹം, ആനന്ദം, സമാധാനം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, നമ്മൾ ഈ മദ്യപാനത്തെ കുറിച്ച് പറയുമ്പോൾ അയ്യോ അതിങ്ങനെ അങ്ങനെ യോജിക്കുന്നത് എല്ലാവരും ഈ ചെയ്യുന്ന ലോകത്ത് അല്ല. ഞാൻ പറഞ്ഞു പലപ്പോഴും യേശു ക്രിസ്തു നമുക്ക് പാനം ചെയ്യാനായിട്ട് കാനായിലെ കല്യാണ വിരുന്നിൽ അത് വെള്ളം വീഞ്ഞാക്കിയെങ്കിൽ പിന്നീട് കർത്താവ് വീഞ്ഞിനെ രക്തമാക്കി മാറ്റി. കൂദാശയിൽ തൻ്റെ രക്തമാക്കി മാറ്റിയാണ് നമുക്കിന്ന് കൂദാശയിലൂടെ നാം അവൻ്റെ രക്തമാണ് പാനം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആനന്ദം. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവുള്ളിലുള്ള നമ്മളെന്തിനാ ഞാൻ പറഞ്ഞു പഴയ നിയമത്തില് പരിശുദ്ധാത്മാവിനെ കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് വീഞ്ഞ് കുടിച്ചോണാനൊരു പറഞ്ഞത് ദൈവം ഒക്കെ ആക്കിയിരുന്ന പഴയ നിയമത്തിൽ. എല്ലാം ഒത്തിരിയോടത്ത് ചോദിച്ചിട്ടുണ്ട് വീഞ്ഞ് നല്ലതാണെന്ന്. കാരണം അന്ന് പരിശുദ്ധാത്മാവിനെ ലഭിക്കാനുള്ള യാതൊരു സാധ്യതയില്ലായിരുന്നു. കാരണം ഇപ്പം പറഞ്ഞത് യേശു യോഹന്നാൻ 7:30 പറഞ്ഞതുപോലെ അതുവരെയും പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരുന്നില്ല എന്ന് പറയുമ്പോൾ സകല ജനത്തിനും വേണ്ടിയുള്ള അല്ലേ, ജോവൽ പ്രവാചകൻ പറഞ്ഞ പോലെ ജോവൽ 2:28 ആ നാടുകളിൽ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അത് യേശു ക്രിസ്തുവിൻ്റെ കാൽവരി യോഗ്യതയിലൂടെയാണ്. പന്തക്കുസ്താ നാളിൽ അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം 120ഓളം പേർ ഒരുമിച്ച് കൂടുന്ന അവരുടെ എല്ലാം മുകളിൽ പരിശുദ്ധാത്മ. ഞാൻ വേണ്ട ഇടയ്ക്ക് ഓർപ്പിച്ച് ഇപ്പോൾ പറഞ്ഞുകൊണ്ടതാണ്. അതായത് അവരിൽ സ്നേഹക്കുറവാണ് 10 ദിവസം എടുത്തത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, സ്വർഗത്തിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത യേശു 10 ദിവസം എടുത്ത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരാൻ. ഈ 10 ദിവസം എടുത്തോ സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവിന് യാത്ര ചെയ്ത് വരാൻ? ഇല്ല. ഇവരുടെ ഉള്ളമൊന്ന് ഒരുങ്ങാൻ, ഇവരുടെ ഉള്ള സ്നേഹം കൊണ്ട് നിറയാൻ
മറ്റുള്ളവരോടുള്ള ഉത്കണ്ഠയും ഭയവും വെറുപ്പും നിരാശയും കുറ്റബോധവും ഒക്കെ വിട്ട് അവർ ദൈവവചനം ഇതെല്ലാം യേശു സഹിക്കേണ്ടതായിരുന്നു. ഞാൻ ഇന്നലെയൊക്കെ ചിന്തിച്ച പോലെ അവരല്ലത് സാത്താനാണ് അവരെ കൊണ്ട് ചെയ്യിച്ചത്. അവരിൽ പരിശുദ്ധാത്മാവ് ഇല്ലാഞ്ഞുകൊണ്ടാണ്. അവിടെ ഞാൻ അവരോട് ക്ഷമിക്കുന്നു. അവരുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് ഇന്നും നിലവിളിക്കുന്ന ആത്മാവാണ്. അതുകൊണ്ട് ഞാൻ ആ കുറ്റം അവരുടെ മേൽ ആരോപിക്കുന്നില്ല. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നു 6, 7, 8 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോഴോടെ സ്തേഫാനോസ് ദൈവമേ ഈ കുറ്റം അവരുടെ മേൽ ആരോപിക്കരുതേ. നമ്മുടെ കുഴപ്പം എന്താ? നമ്മളെല്ലാ കുറ്റവും ആരുടെയെങ്കിലും മേൽ ആരോപിക്കുക. ഭർത്താവ് ദൈവാത്മാവും പരിശുദ്ധാത്മാവും നിറഞ്ഞ ഒരു കുടുംബം, അല്ലെങ്കിൽ ഭർത്താവ് എപ്പോഴും ഭാര്യയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഭാര്യ എപ്പോഴും ഭർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ മരുമകൾ അമ്മായിമ്മയ്ക്കെതിരായി, അമ്മായിമ്മകൾ മരുമകൾക്കെതിരായി, മകൾ അമ്മയ്ക്കെതിരായി എന്നൊക്കെ പറഞ്ഞൊരു മേഖലയുണ്ടല്ലോ. ദൈവാത്മാവില്ലാത്തൊരു മേഖലയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം കുറ്റം പറഞ്ഞു. ആദം പറഞ്ഞ ഔവായ ദൈവം പറഞ്ഞു നീ തന്നെ ഇവളായത് എൻ്റെ കുഴപ്പക്കാരത്തി എന്ന് പറഞ്ഞു. അതിന് പരിശുദ്ധ ദുഷ്ടാരൂപിയുള്ളിൽ കയറി കഴിയുമ്പോഴാണ് അനുതാപമില്ല, മനസാന്തരമില്ല. അതായത് ഹൗവ എന്താ പറഞ്ഞത്? നീ തന്നെ, ഞാനല്ല, ആ സർപ്പമാണ് എന്നെ വധിച്ചത്. നമുക്ക് സ്വയം എനിക്ക് തെറ്റിപ്പോയി, എനിക്ക് എൻ്റെ പിഴ എന്ന് പറയാൻ സാധിക്കും. എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ഇന്ന് നമ്മളെ ഓർപ്പിക്കുന്നത് വചനത്തിലൂടെ ഞാൻ തിരിച്ചു വരികയാണ്. അതായത് ഇന്ന് ഒന്നാമത്തെ വായന പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 8 അധ്യായം. അവിടെ ഈ വിഗ്രഹങ്ങളെ എന്ന് പറയുമ്പോൾ എന്താ ഭയപ്പെട്ടാണ് നമ്മളിന്ന് വിഗ്രഹങ്ങൾ, അല്ലേ, ചിലതൊക്കെ നമുക്കത് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് കുഴപ്പമുണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മൾ എന്തൊക്കെ അല്ലേ രൂപം ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കാം അതിനെ നമ്മൾ വർഷിപ്പ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിന് ശക്തിയുണ്ട്. അറിവില്ലാത്തവരാണ്. നമ്മുടെ ദൈവം ഏക സത്യത, എല്ലാവരും ഏക സത്യ ദൈവമേ ഉള്ളൂ. ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ദൈവം യേശുക്രിസ്തുവിലൂടെ ഭൂമിയിൽ ജീവനോടെ വന്നിട്ട് കാണപ്പെട്ടിട്ട് അവന് ഈ തൻ്റെ മനുഷ്യജീവിതം അവസാനിപ്പിച്ചപ്പോഴും അവൻ ഉത്ഥാനം ചെയ്ത് ജീവിക്കുന്നവനായി കാണപ്പെട്ടു. ജീവിക്കുന്ന ദൈവമാണ്. ഞാനിപ്പോഴും പറയുന്ന പോലെ വിശുദ്ധ കുർബാനയായി കുദാശയായി ഇന്നും ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ്, ഒരു പേഴ്സണാലിറ്റിയാണ് യേശുക്രിസ്തു. ഇന്നും പരിശുദ്ധാത്മാവ് ആയി, അല്ലെങ്കിൽ ദൈവം ആത്മാവായി പെന്തക്കോസ്താ നാളിൽ അവരുടെ മേൽ വന്നിറഞ്ഞപ്പോൾ അവരുടെ ആത്മാവിലേക്ക് ഒരിക്കലും സംഭവിക്കാത്ത മഹാസംഭവമാണ്. പാപത്തിന് അധീനമായി ഏദൻ തോട്ടത്തിൽ പുറത്താക്കപ്പെട്ട മനുഷ്യനിലേക്ക്, ആദ്യ മനുഷ്യവർഗം മുഴുവനിലേക്ക് ആദ്യമായി ദൈവം ആത്മാവായ അവരുടെ ആത്മാവിലേക്ക് ഇറങ്ങി വന്നത് ആ പെന്തക്കോസ്താ. അതുകൊണ്ടാണ് സഭ എന്ന് പറയുന്നത്. ദൈവ മക്കളാണ് സഭ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റോമർ 8 പറയുന്നുണ്ടല്ലോ 14 നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, ഭയവും ഉത്കണ്ഠയും വാശിയും വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പും കാണുന്നതിനൊക്കെ പേടിച്ചുകൊണ്ട് അതിനെ ആരാധിക്കണം. ദൈവമാണ്, എനിക്ക് അതിനെ ആരാധിച്ചില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ലോകത്തിലുള്ളത്. അല്ലെ, അനേക മനുഷ്യരങ്ങനെ പലതിനെ ആരാധിക്കുന്നുണ്ട് ഭയപ്പെട്ടുകൊണ്ട്. അതിനെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ എനിക്ക് നന്മയുണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അറിയേണ്ടത് നമ്മുടെ ദൈവം ഒരു വ്യക്തിയാണ്, നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മളെ ശിക്ഷിക്കുന്ന ദൈവമല്ല. നമുക്ക് വേണ്ടി കാൽവരിയിൽ ജീവൻ അർപ്പിച്ചുകൊണ്ട് ആ ജീവൻ സ്നേഹം നമ്മളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് നാം നിത്യതയിൽ അവനോടൊപ്പം എന്നും ആയിരിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമാണെന്നുള്ള ഒരു അറിവിലേക്ക് നമ്മൾ വരണമെന്നാണ് ഇന്ന് ഈ 1 കൊരിന്ത്യർ 8 അധ്യായത്തിൽ ലോകത്തിന്റെ അറിവ് പറയണം. അറിവ് അഹന്ത ജനിപ്പിക്കുന്നു. ലോകത്തിന്റെ അറിവ്, അല്ലേ, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്. നമ്മളിനി അറിയേണ്ടത് ഒന്നാണ് ദൈവത്തെക്കുറിച്ച്, അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്പിരിച്വൽ സയൻസ് എന്നാണ് വിളിച്ചതിന്. കാരണം എന്താ, സയൻസ് ആണെങ്കിൽ പഠിക്കാൻ എല്ലാവർക്കും കുഴപ്പമില്ല, സയൻസ് നല്ല പഠിക്കാമെന്ന് പറയും, ശാസ്ത്രീയമായിട്ട് തെളിയിക്കണം. ഞാൻ പറഞ്ഞത് ദൈവം ഒരു സയൻസാണ്, അതേക്കുറിച്ച് പഠിച്ചോ നമുക്ക് മനസ്സിലാകാം. ദൈവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഇതാ, നമ്മളീ പറയുന്നത്, ഞാൻ ഇന്ന് പറയുന്നത് വേറൊന്നിനെ കുറിച്ചല്ല കേട്ടോ, ദൈവശാസ്ത്രത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതങ്ങനെയുണ്ട്, അത് പഠിക്കുന്നുണ്ട് അനേകർ. സെമിനാരിയിലൊക്കെ ദൈവശാസ്ത്രം പഠിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് ആത്മീയ ശാസ്ത്രമാണ്. അതായത് നമ്മൾ ഈ ലോകത്തിലെ എല്ലാം ജഡികമായി ചിന്തിക്കുമ്പോൾ ഒരു ആത്മീയതയെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രം നമ്മളിനിയും അത് പരിശുദ്ധാത്മാവിൻ്റെ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കേണ്ടതെന്നും 1 കൊരിന്ത്യർ 2 പൗലോസ് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ നമ്മളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവാകുന്ന യൂണിവേഴ്സിറ്റിയിലെ പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരെ ആ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് സ്നേഹിച്ച് ക്ഷമിച്ച് എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട് യൂദാസിനോടും പ്രധാന പുരോഹിതനോടൊക്കെ ക്ഷമിച്ചുകൊണ്ട് അതെല്ലാം സംഭവിക്കേണ്ടതായിരുന്നു. അതെല്ലാം തിന്മയുടെ ശക്തിക്ക് യേശു തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ് യേശു പീഡ സഹിച്ചെന്നുള്ള അറിവോടെ
അവർ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മാവനെ അവരെ സഹായിച്ചു. അങ്ങനെ അതാണ് ഈ 10 ദിവസം എടുത്തത്. 10 ദിവസത്തെ ഒരു മരിയൻ റിട്രീറ്റ് എന്ന് ഞാൻ പറയും, ഒരു മരിയൻ ധ്യാനമായിരുന്നു. മാതാവ് അവരെ ധ്യാനത്തിന് എന്നാൽ ദൈവസ്നേഹത്തിലേക്കും ദൈവവചനത്തിലേക്കും പ്രവാചക ഗ്രന്ഥങ്ങളിലേക്കും ഒക്കെ നയിച്ചുകൊണ്ട് ഇതെല്ലാം സംഭവിക്കേണ്ടതായിരുന്നു എന്ന് എമ്മാവൂസിലെ ശിഷ്യന്മാർ യേശു അവരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അവരും കൂടെ വന്ന് പറഞ്ഞപ്പോൾ ഈ 12 പേർക്കും ഇതിന് അപ്പസ്തോലന്മാർക്ക് ബാക്കി 120ഓളം പേരെന്ന് സ്നേഹത്താൽ നിറഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്കിന്ന് തിരുസഭ ഇടയ്ക്കൊക്കെ ഓർപ്പിച്ച് നമുക്കിന്ന് പരിശുദ്ധാത്മ ശക്തിയില്ല. കാരണം നമ്മളിൽ സ്നേഹമില്ല. നമ്മളിത് വിഗ്രഹങ്ങളുടെ പോലെ പണത്തിൻ്റെയും പേരിൻ്റെയും പ്രതാപത്തിൻ്റെയും രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ ഒക്കെ ശക്തിക്ക് നമ്മൾ അതിൽ ആശ്രയിക്കുമ്പോൾ അതെല്ലാം വിഗ്രഹമായി മാറി ഏക സത്യ ദൈവത്തെ മരിച്ചുയർത്തുന്ന അധികാരത്തോടെ ജീവിക്കുന്ന ഈ ഭൂമിയിൽ നിന്നും ജീവിക്കുന്ന കുദാശയായി നമ്മോടൊത്തുള്ള ദിവ്യകാരുണ്യനാഥനായ യേശുവിനെ ആരാധിക്കുന്നതിന് പകരം നമ്മൾ അറിയാതെ മറ്റുള്ള ശക്തികളുടെ നമ്മളെ സഹായിക്കാൻ സാധിക്കുന്നെന്ന് കരുതിക്കൊണ്ട് മറ്റുള്ള ശക്തികളെ നമ്മൾ അതിനെ പൂജിക്കുകയാണ്. അതിൻ്റെ പിന്നാലെ പോകുമ്പോഴാണ് അതാണ് നമ്മുടെ തകർച്ച, അതാണ് നമ്മുടെ ബന്ധനങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ അതിൽ നിന്നും തിരിച്ചു വരാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വീണ്ടും ഓർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ചിന്തകളിലൂടെ ഈശോ എന്താ പറഞ്ഞത്? സുവിശേഷത്തിൽ ലൂക്ക 6-ാമത്തെ അധ്യായത്തിലാണ് 27 തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. തിന്മ കൊണ്ട് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല, അല്ലേ? ആണ് ഇങ്ങോട്ട് അടിച്ചാൽ അങ്ങോട്ട് അടിച്ചാൽ അത് തിന്മയാണ്, നമ്മൾ പരാജയപ്പെടുത്തുകയുള്ളൂ. അതാണ് നിന്റെ ഇടത്തെ കർണത്തടിക്കുന്നതിനെ വലത്തെ കർണം കൂടി കാണിച്ചു കൊടുക്കുക. ഇത് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്ന ഒരു മേഖലയാണ് പ്രിയമുള്ളവരെ. അതിന് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യം. നമുക്ക് പറ്റില്ല. മാനുഷികമായിട്ട് നമ്മുടെ ഉള്ളിൽ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം ഉള്ളപ്പോൾ അതിലെ വാശിയും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും എന്നൊക്കെ നമ്മൾ കേട്ട് ഗലാത്യർ 5:19 പറഞ്ഞ ഒരിക്കലും നമുക്ക് തിന്മ കൊണ്ട് ജയിക്കാൻ പറ്റില്ല. ഇന്നലെയൊക്കെ ചിന്തിച്ചാൽ രക്തസാക്ഷികൾ ആദിമസഭയിലൊക്കെ എന്താ അവർ ജീവൻ ബലിയർപ്പിച്ചത്. ഞാൻ പറഞ്ഞാൽ നമുക്കതൊന്നും വീണ്ടും ഞാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് പരിശുദ്ധാത്മാവ് തരുന്ന ജ്ഞാനം, അറിവ്. അത് ലോകത്തിൻ്റെ അറിവല്ല. ചോദിക്കാം, ഈ ഭൂമിയിൽ നിന്നും ജീവിക്കുന്ന ദിവ്യകാരുണ്യമായ കുദാശയെ കാണപ്പെടുന്നത് അപ്പത്തിൻ്റെ രൂപത്തിലാണ്. പക്ഷെ ജീവനുള്ള ദൈവം ഒരു വിഗ്രഹമല്ല, ജീവനുള്ള ഒരു വ്യക്തിയാണ്. ത്രിത്വൈക ദൈവം ഇന്ന് ഭൂമിയിൽ നമ്മോടൊത്ത് വസിക്കുന്ന കുദാശയായിട്ട് തിരുസഭയെ നയിക്കുകയാണ് നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.